നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ കഥയുടെ പേരാണ് അയൽവാസികൾ ശത്രുക്കളായാൽ. കുറുക്കനും പരുന്തും അയൽക്കാരായിരുന്നു. വലിയ ഒരു മരത്തിൻ്റെ മുകളിലായിരുന്നു പരുന്തിൻ്റെ കൂട്. കുറുക്കനാകട്ടെ മരത്തിനു താഴെ ഒരു മാളത്തിലും. പരുന്ത് ആ ഇടയ്ക്ക് മുട്ടകൾ വീഴിച്ചു. കുറുക്കനും ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ. ഒരു ദിവസം കുറുക്കൻ ആഹാരം തേടി പുറത്തുപോയി. ആ അവസരത്തിൽ തള്ളപ്പരുന്തിന് ഒരു ദുഷ്ടചിന്തയുണ്ടായി. ഒരു കുറുക്കൻ കുഞ്ഞിനെ തട്ടിയെടുത്താൽ എന്താണ് കുഴപ്പം? കുഞ്ഞുങ്ങൾക്ക് ഇളമിറച്ചി കൊടുക്കാമല്ലോ. ഞൊടിയിടയ്ക്കുള്ളിൽ പരുന്ത് താഴ്ന്നു പറന്ന് കുറുക്കൻ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് കൂട്ടിലെത്തി. ആഹാരവുമായി എത്തിയ കുറുക്കച്ചി ഒരു കുഞ്ഞിനെ കാണാതെ ദുഃഖിച്ചു. ഏത് ചതിയനാണ് ഈ കൊടുംചതി കാണിച്ചത്? അപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്നും കുറുക്കൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. കുറുക്കച്ചിക്ക് കാര്യം മനസ്സിലായി. അവൾ പരുന്തിനോട് പറഞ്ഞു, "പരുന്തമ്മേ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. നമ്മൾ അയൽക്കാരല്ലേ? എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നത് അയൽധർമ്മമാണ്. സംരക്ഷിച്ചില്ലെന്നു മാത്രമല്ല, നീ എൻ്റെ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുകൂടി പോയിരിക്കുന്നു. ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ." പക്ഷേ പരുന്തമ്മ വഴങ്ങിയില്ല. "എനിക്കിപ്പോൾ മനസ്സില്ല. ഇതിൽ യാതൊരു തെറ്റുമില്ല. ഇത് കാട്ടുധർമ്മമാണ്. ചുണയുണ്ടെങ്കിൽ നീ കുഞ്ഞിനെ തിരിച്ചെടുത്തു കൊണ്ടുപോകൂ." കുറുക്കച്ചിക്ക് സങ്കടവും നിരാശയും തോന്നി. അവളിൽ പ്രതികാര ചിന്തയുണ്ടായി. പെട്ടെന്നവൾ കാട്ടിലെ കരിയിലയും ചുള്ളിക്കമ്പുകളും മരച്ചുവട്ടിൽ ശേഖരിച്ചു കൂട്ടി. ഒരാൾ പൊക്കത്തിലുള്ള ഒരു കൂനയുണ്ടാക്കി. അനന്തരം അവൾ ദൂരത്തേക്കോടി. കുറച്ചകലെയായി ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു കെടാവിളക്കുമുണ്ട്. മരച്ചുവട്ടിലേക്ക് അവൾ വിളക്കുമായി പാഞ്ഞു. മരക്കൊമ്പിലിരുന്ന് പരുന്ത് പാഞ്ഞു വരുന്ന കുറുക്കനെ കണ്ടു. താഴേക്ക് അവൾ നോക്കി. കരിയിലയും ചുള്ളിക്കമ്പുകളും കൂട്ടിയിട്ടിട്ടുണ്ട്. ആഴിയുണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ആഴിയുണ്ടായാൽ തീനാളങ്ങൾ ഉയർന്ന് തൻ്റെ കൂട് വരെ എത്തും. കുഞ്ഞുങ്ങളെല്ലാം വെന്ത് വെണ്ണീറാകും. പരുന്തിന് ആധിയായി. പരുന്തമ്മ കാക്കച്ചിയോട് ക്ഷമ ചോദിച്ചു. അവൾ കുറുക്കൻ കുഞ്ഞിനെ കുറുക്കച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനിയെന്നും നല്ല അയൽക്കാരിയായി ജീവിച്ചു കൊള്ളാമെന്നും വാക്കുകൊടുത്തു. കൂട്ടുകാരെ, ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? അയൽവാസികൾ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്നതാണ് നന്ന്. അവർ അന്യോന്യം ഉപദ്രവിക്കുകയും അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യരുത്. മറ്റൊരു നല്ല കഥയുമായി നാളെ കാണാം.